ഹായ് ഫ്രണ്ട്സ്, മിന്നുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വർണം പോലെ തിളക്കമാർന്ന ഒരു സുന്ദരി ചെടിയെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ഗോൾഡൻ ഡാലിയ. ഈ ചെടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊരു അലങ്കാര ചെടിയാണ്. പൊന്മണി പോലെയുള്ള തിളക്കമാർന്ന മഞ്ഞ നിറത്തിലുള്ള വർണ്ണാഭമായ പൂക്കളാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. കണ്ണിന് ഉത്സാഹം തരുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ ഗോൾഡൻ ഡാലിയയുടെ പൂക്കൾ കാണുമ്പോൾ. മഞ്ഞ നിറം സൗന്ദര്യത്തിലും പുതുപുത്തൻ സങ്കല്പങ്ങളിലേക്കുമാണ് ഈ ചെടി നമ്മളെ കൊണ്ടുപോകുന്നത്. ഡാലിയ ഒരു സീസണൽ പ്ലാന്റ് ആണെങ്കിലും ഈ ഗോൾഡൻ ഡാലിയ അതിലെ ഏറ്റവും ആകർഷണീയമായ വർഗ്ഗമാണ്. ചൂടുള്ള കാലാവസ്ഥയും പൊടിമണ്ണും ഈ ചെടിക്ക് വളരാൻ മികച്ച സാഹചര്യങ്ങളാണ് ഒരുക്കുന്നത്. ഈ ചെടിക്ക് സൂര്യപ്രകാശം വളരെ ആവശ്യമാണ്. പൂർണ്ണമായിട്ടും സൂര്യപ്രകാശം ലഭിക്കുന്നിടത്താണ് ഈ ചെടി നട്ടുവെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ചെടി നമുക്ക് ഒരുപാട് പൂക്കളെ കൊണ്ട് നിറയ്ക്കാൻ കഴിയും. ഈ ചെടിയുടെ പോട്ടിംഗ് മിക്സറിൽ എപ്പോഴും ചെറുതായിട്ട് നനവുണ്ടായിരിക്കണം. അതായത് മണ്ണ് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ വെള്ളം നൽകിയിരിക്കണം. നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണ് ഈ ചെടിക്ക് അത്യന്താപേക്ഷിതമാണ്. ഒരുപാട് വേരുപടലങ്ങളുള്ള ചെടി ആയതിനാൽ ഇത് വലിയ പോട്ടിൽ തന്നെ നടുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ വലിയ ഗ്രോ ബാഗിലോ മറ്റോ നടുന്നതാണ് ഇത് ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ ഇത് വേഗത്തിൽ പൂവിടുകയുള്ളൂ. അതല്ലെങ്കിൽ നിലത്തും നടാവുന്നതാണ്. നമ്മുടെ മണ്ണ് ഇളക്കമുള്ളതായിരിക്കണം, അത്രയേ ഉള്ളൂ. കട്ട പിടിച്ച മണ്ണാണ് നമ്മുടെ ഗാർഡനിൽ ഉള്ളതെങ്കിൽ നിലത്ത് നട്ടാൽ അത് ശരിയായ രീതിയിൽ വളരുകയില്ല, മുരടിച്ചങ്ങനെ നിൽക്കുകയുള്ളൂ. ഈ ചെടിക്ക് എല്ലാ ദിവസവും നമുക്ക് വെള്ളം കൊടുക്കാവുന്നതാണ്. പക്ഷേ വെള്ളം നിറഞ്ഞു നിൽക്കരുത് പോട്ടിൽ. അത് വേരുപടലങ്ങളെ നശിപ്പിച്ച് കളയും. അതുപോലെ തന്നെ ഈ ചെടിയിലെ ഈ പൂവുകളെല്ലാം കൊഴിഞ്ഞു പോകുമ്പോൾ ഈ ചെടിയുടെ ഈ സ്റ്റെം, അതായത് ഈ പൂ ഉണ്ടാകുന്ന ആ കമ്പ്, അത് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അങ്ങനെ കളയുകയാണെങ്കിൽ ഈ ചെടിയിൽ തന്നെ വീണ്ടും ഫ്ലവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ തൈകൾ ഉണ്ടാകുന്നത് ഈ ചെടിയുടെ ചുവട്ടിൽ തന്നെ അതിൻ്റെ വേരുപടലങ്ങളിലൂടെ അതിനോടടുത്ത് തന്നെ ചെറിയ തൈകൾ ഉണ്ടായി വരും. ആ തൈകൾ നമ്മൾ ഇളക്കി നട്ട് വേറൊരു ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് തൈകൾ ഇതിൽ നിന്നും കിട്ടുകയും ആ തൈകൾ നമുക്ക് ഇളക്കി നട്ട് വീണ്ടും ഒരുപാട് ചെടികൾ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിൻ്റെ തൈകൾ ഇളക്കിയെടുത്ത് നമ്മൾ വേറൊരു ചെടി നട്ട് വയ്ക്കുമ്പോൾ ആ മണ്ണിൻ്റെ കൂടെ, ഇളക്കമുള്ള ആ മണ്ണിൻ്റെ കൂടെ നമുക്ക് വളങ്ങളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റും അല്പം എല്ലുപൊടിയും കൂടെ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന മിശ്രിതത്തിൽ നടുകയാണെങ്കിൽ ഇതങ്ങ് തഴച്ച് വളരുകയും പെട്ടെന്ന് തന്നെ പൂവിടുകയും ചെയ്യും. ഈ ഗോൾഡൻ ഡാലിയ പൂവുകൾ നല്ല ഭംഗി തരുന്ന പ്രകൃതിയുടെ സമ്മാനം കൂടിയാണ്. ഒരു പൂക്കളത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന ചെടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. നിങ്ങളുടെ ഗാർഡനിൽ ഈ ചെടിക്ക് ഒരിടം കൊടുക്കൂ. അങ്ങനെ ചെയ്താൽ ഈ ചെടി അതിൻ്റെ പൂക്കളെ കൊണ്ട് നിങ്ങളെ വരെ ഞെട്ടിച്ച് കളയും, ഉറപ്പ്. ഇതുപോലെയുള്ള ഗാർഡൻ ടിപ്പുകൾക്കും മനോഹരമായ ഫ്ലവറിംഗ് പ്ലാന്റുകളുടെ വിവരങ്ങൾക്കും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം.